നിലമ്പൂർ എം.എൽ.എ. ആര്യാടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്തു. ദൈവനാമത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മന്ത്രിമാരായ എം.ബി. രാജേഷ്, കെ. രാജൻ, നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ. കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭരണഘടനയ്ക്കെതിരെ വീണ്ടും RSS. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസ്റ്റ് മതേതര പദങ്ങൾ നീക്കണമെന്ന് RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹസബാലെ. അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് സർക്കാരാണ് ഈ പദങ്ങൾ എഴുതിച്ചേർത്തതെന്നും അംബേദ്കറുടെ ഭരണഘടനയിൽ ഈ വാക്കുകൾ ഇല്ലെന്നുമാണ് ദത്താത്രേയയുടെ വിശദീകരണം. സമഗ്ര വിവരങ്ങൾ CBC ജോസഫ് നൽകും. ആ റിപ്പോർട്ട് കാണാം. ഭരണഘടനയുടെ 50-ാം വാർഷിക ദിനത്തിലാണ് RSS ജനറൽ സെക്രട്ടറിയായ ദത്താത്രേയ ഹൊസബാലെ ഭരണഘടനയ്ക്കെതിരെ വീണ്ടും രംഗത്ത് വരുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന സോഷ്യലിസം, അതോടൊപ്പം തന്നെ സെക്യുലർ, ഈ രണ്ട് പദങ്ങൾ നീക്കണമെന്ന ആവശ്യമാണ് വീണ്ടും RSS ജനറൽ സെക്രട്ടറി ഉയർത്തുന്നത്. ഇത് കോൺഗ്രസ് അടിയന്തരാവസ്ഥ കാലത്ത്, പ്രത്യേകിച്ച് 1976-ൽ കൂട്ടിച്ചേർത്താണ് ഈ രണ്ട് പദമെന്നും BR അംബേദ്കർ വിഭാവന ചെയ്ത ഭരണഘടനയിൽ ഈ സോഷ്യലിസ്റ്റ്, സെക്യുലർ ഈ രണ്ട് പദങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യമാണ് RSS ജനറൽ സെക്രട്ടറി ഉയർത്തുന്നത്. എന്തായാലും നമുക്കറിയാം, RSSന്റെ കൃത്യമായ അജണ്ടയാണ് ഭരണഘടനയിൽ നിന്നും മതേതരത്വം, സോഷ്യലിസം ഈ രണ്ട് പദങ്ങൾ മാറ്റുക എന്നുള്ളത്. മാത്രമല്ല, ഒരു ഹിന്ദുമത രാഷ്ട്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള RSS അജണ്ട അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഈ BJP അധികാരത്തിലേറിയ ശേഷം ശക്തമായിട്ടുണ്ട്. നേരത്തെ ഈ ഭരണഘടനയുടെ 75-ാം വാർഷിക ആഘോഷങ്ങൾക്കിടയിലാണ് BJP പ്രവർത്തകർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഈ രണ്ട് പദങ്ങൾ നീക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. പക്ഷേ അന്ന് സുപ്രീം കോടതി ഈ ഹർജികൾ തള്ളുകയാണ് ഉണ്ടായത്. എന്തായാലും RSS ജനറൽ സെക്രട്ടറിയുടെ ഈ ഒരു പ്രസ്താവന കൂടി തന്നെ ഈ ഭരണഘടനയിലെ ഈ മതേതരത്വം, അത് സോഷ്യലിസം ഈ രണ്ട് പദങ്ങൾ നീക്കണമെന്ന ആവശ്യത്തിൽ നിന്നും ഈ RSS പിന്നോട്ട് പോയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. എന്തായാലും ഇതിനെ അപലപിച്ചുകൊണ്ട് CPIM കേന്ദ്ര കമ്മിറ്റി രംഗത്ത് വരികയും ഈ RSSന്റെ കൃത്യമായ മുഖമാണ് ഇതിലൂടെ തെളിഞ്ഞു വന്നതെന്നും വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, RSSന്റെ അജണ്ടയാണ് ഒരു ഹിന്ദുമത രാഷ്ട്രം ഈ രാജ്യത്ത് നടപ്പാക്കുക, അതോടൊപ്പം തന്നെ ഈ ഭരണഘടനയെ അല്ലെങ്കിൽ മതേതരത്തെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത്. ഇത് കൃത്യമായി ആ ഉദ്ദേശ ലക്ഷ്യം തുറന്നു കാട്ടുന്നവയാണ് ഈ ഒരു പ്രസ്താവന എന്നും CPIM ആരോപിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമെല്ലാതിൻ്റെയും ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. മനുസ്മൃതിയൊന്നും ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ആ ഭരണഘടനയെ അംഗീകരിക്കാൻ ഇതുവരെയും BJPയും RSSും തയ്യാറാവാത്തതെന്ന് ജയറാം രമേശ് ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വ്യാപകമായ പ്രതിഷേധം പ്രതിപക്ഷത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും CPIM അടക്കമുള്ള പാർട്ടികൾ ഇതിനെ ശക്തമായി അപലപിക്കുകയും ചെയ്തു. എങ്കിലും BJPയും RSSും ഭരണഘടനയിൽ പറയുന്ന ഈ ആമുഖത്തിൽ പറയുന്ന സെക്യുലർ, അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് പദങ്ങളെ ഇപ്പോഴും ഭയപ്പെടുന്നു. മാത്രമല്ല, അവരുടെ ആ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ഇപ്പോഴും ഒരുങ്ങുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് RSS ജനറൽ സെക്രട്ടറിയുടെ ഈ പ്രസ്താവന. ഭരണഘടനയെ മാറ്റിയെഴുതാനുള്ള നീക്കത്തിൽ നിന്നും RSS പിന്നിലോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്. എന്തായാലും CPIM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനമാണ് വിഷയത്തിൽ ഉന്നയിക്കുന്നത്. CBC ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.